ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2. നമ്മൾ ഇത് വേർഷനൊന്നുമല്ല, ഇത് ഗ്രാനി ചാപ്റ്റർ 2 തന്നെയാണ്. ഗ്രാനി ചാപ്റ്റർ 2 നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എസ്കേപ്പിൻ്റെ പേരാണ് ഹെലികോപ്റ്റർ എസ്കേപ്പ്. ഞാൻ ആദ്യം കളിച്ചു വിചാരിക്കുന്നു, ഞാൻ മാനുവൽ എടുക്കാതെ പോയതുകൊണ്ടായിരിക്കണം അത് ക്രാഷായിപ്പോയി. വമ്പ സീനായിരുന്നു, വേറെ സീനൊന്നുമില്ല. നമ്മൾ ഇത്തവണ ഈഗോ കയറി വന്നിരിക്കുകയാണ്. ഈഗോ അല്ല പിന്നെ വേറെ അയ്യൂലേ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്കിനി നാളെ ഹാർഡിട്ട് കളിക്കാം, അതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് ഹാർഡിട്ട് കളിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ക്രോബാർ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ക്രാഷ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ ഓരോന്നൊക്കെ മേലോട്ട് കൊണ്ടുപോകുന്ന മൊത്തം എനിക്ക് ബഗ്ഗായിരുന്നു, ഗ്ലിച്ചായിരുന്നു. എല്ലാം ഇങ്ങനെ ആടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. വേറെ സീനൊന്നുമില്ല. നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ അടച്ചേക്കാൻ ഐസിന് എല്ലാം മേലിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഗൈസ് പാട്. കണ്ടില്ലേ ഭയങ്കര ഗ്ലിച്ചാട്ടോ ഈ ഗെയിം, സത്യം പറയാമല്ലോ. ഇത് നമുക്കിവിടെ ഇടാം. അത് പേപ്പർ പറന്നു പോകണമെന്നാണ് അത് പറന്നു പോകുന്നത്. ഭാഗ്യം, ഞാൻ കരുതി ഇപ്പം കുടിച്ച് തറ കിടക്കുമായിരിക്കും. ഓക്കെ, ഡക്ട് ടേപ്പ് ഇനി നമുക്ക് മേളിലോട്ട് കൊണ്ടുപോവാം. ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ഒരു കുറച്ച് സാധനം കൂടെ മതി. ദാ വന്ന് വീണ് കേട്ടോ. ആ ഏണി പിടിച്ചിറങ്ങിക്കൊണ്ടിരുന്നവൻ ഇപ്പം വന്ന് കപ്പയിൽ അടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് വ്യൂസാണ്. ഗ്ലാസ് വ്യൂസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. ഗ്ലാസ് വ്യൂസും കിട്ടി, അതും വെച്ചു. പിന്നെ എനിക്കറിയാം ഗൈസ് ഇവിടെ എന്തൊക്കെയാണ് ഈ വീട്ടിലുള്ളത് എന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയോടെ അറിയാം. അതുകൊണ്ട് വേറെ സീനില്ല. ഹെലികോപ്റ്റർ മാനുവൽ എടുക്കാഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞോടെ ഞാൻ ഒരുപാട് വെച്ച് ഞാൻ ഗ്യാസ് ഓയിലിന് അവിടെ നിന്നെടുത്ത് മാറ്റേണ്ടതുകൊണ്ടായിരുന്നു. വേണ്ട, കീ അവിടെ നിന്നെടുത്ത് മാറ്റിയേക്കാം. പോയി ഇല്ല, ഞാൻ ഒരു ഗ്ലിച്ചായ അങ്ങനെ പോയതാ പിന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിലോട്ട് കയറി പോയേക്കാം. ഈ ഗെയിം വളരെ സിമ്പിളാണ് പക്ഷേ ബട്ട് നോട്ട് ഈസി. സിമ്പിൾ തന്നെയാണ് പക്ഷെ ഭയങ്കര ഈസിയൊന്നും അല്ല. കുറേ സമയം എടുത്ത് കളിച്ച് എങ്കിലും മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഗൈസ്, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ അയ്യോ കിട്ടി. ഗണ്ണെടുത്ത് കൈ വെച്ചിട്ട് അങ്ങേരെ നോക്കിക്കൊണ്ടിരുന്നു ഗൈസ്. നോ, കുഴപ്പമില്ല ഗൈസ്. ഒരു ആഡ് ഇപ്പോൾ കയറി വരും കേട്ടോ, അതാണ് എനിക്ക്. ആഡ് ഇത് ഊപ്പറിൻ്റെ അങ്ങനെ എന്തോ ഒരു ആഡല്ലേ ഇത്? ഊബർ അതിന് ഊബറിൻ്റെ ആഡ് വന്നു, അത് പോയി. സീനില്ല. നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്ത് അത് കുറേ പേര് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നന്ദിയുണ്ട്. പിന്നെ കുറേ പേര് ലൈക്കൊക്കെ അടിച്ച് താങ്ക്സ്. ഇവിടെ ആരും ഇല്ല. ഗ്രാൻഡ് സെക്യൂരിറ്റി റൂമിലുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ റെഡ് ലൈറ്റ് കത്തി കിടക്കുക. ഇപ്പോൾ ഗ്രാൻഡ് ബോർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കവാലൊന്നും ഒന്നുകൂടെ പോയി നമ്മൾ സ്റ്റൺ കണ്ടോ. അടിപൊളി സ്റ്റൺ ഗൺ കിട്ടി മോനെ, സ്റ്റൺ ഗൺ കിട്ടി. നമ്മൾ നെക്സ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ ഗ്രാൻഡ് ഇല്ല, ഇവിടെ എങ്ങും ഗ്രാൻഡ് ഇല്ല. നമുക്ക് നൈസിനങ്ങ് കയറി അങ്ങ് പോയേക്കാം. അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ 2 പിക്ചർ കൂടെ ഒരു പിക്ചർ കൂടെ ഇല്ലേടേ. അയ്യോ, ഒരു പിക്ചർ കൂടെ ഇല്ലേ? അത് കൊള്ളാം. ഷോട്ട് ഗണ്ണും നമുക്ക് മേളിലോട്ട് കൊണ്ടുപോയേക്കാം. ഇതൊക്കെ ഗ്ലിച്ചായി പോവായിരുന്നാൽ മതി. ഇത്രയും സന്തോഷം വേറെ ഒന്നിനുമില്ല. ഗ്യാസ് ഓയിലിന് അറ്റത്തൊക്കെ കിടക്കും, അതാ പേടി ഗൈസ്. 8 ഐറ്റം വേണം കേട്ടോ നമ്മൾ ഈ ഹെലികോപ്റ്റർ എസ്കേപ്പിനാണെങ്കിൽ. ഒരു പീസ് കൂടെ വേണമല്ലോ. തലയല്ലേ കിട്ടുള്ളൂ, കാലിൻ്റെ മുട്ടുഭാഗത്തോളം കിട്ടിയില്ലല്ലോ. മൊത്തം കിട്ടി. ഇനി നമ്മൾ താഴോട്ട് പോകുന്നത് എന്തിനാ? സ്റ്റൺ ഗൺ എടുക്കണം. അതും ആവശ്യത്തിന് നമുക്ക് മേലോട്ട് കൊണ്ടുവന്നേ, കാരണേ നമ്മൾ പോകുന്നത്. 8 ഐറ്റവും കൊണ്ട് നമ്മൾ മേളിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഗത് ചെയ്യാം. ഇവിടെ നമ്മുടെ മറ്റേ ഗത് വേണം. അവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നാണ് കേട്ടോ എനിക്ക് അത് കിട്ടുന്നത്. തുറന്നിട്ടുണ്ട്, സീനില്ല. ബട്ട് നോട്ട് സീൻ. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കട്ടിങ് പ്ലെയേഴ്സ് എടുത്തിട്ട്, മുമ്പ് നമ്മുടെ മറ്റേ ഗ്രാനി 1-ലാണെങ്കിൽ ഇത് ചെയിൻ കട്ടും, വേറെ ഒന്നാണെങ്കിൽ കട്ടിങ് പ്ലെയറും. നമ്മുടെ സുൽത്താൻ എണ്ണം വന്ന് വീണിട്ടുണ്ട്, സീനില്ല. ബട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പപ്പാപ്പൻ്റെ 6 പിക്ചർ വെക്കണം. 3 പിക്ചർ വെക്കണം. 3 ഞാൻ കൂട്ടി പറഞ്ഞു, 3 വെക്കാനുള്ളതുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് കേട്ടോ. ആൻഡ് ഒന്ന് സബ് കൂടെ ചെയ്താൽ സന്തോഷ്. ഗണ്ണല്ല ഡാനിയ, ഗണ്ണല്ല പിക്ചർ. ഗ്രാൻഡ് കിലേ കൂടെ എല്ലാം കയറി വരാൻ പറ്റുമോ എന്തോ ദൈവമേ. നമ്മളെല്ലാം ഇതിപ്പോൾ എൻ്റെ 2nd ഡേ ആണെന്ന് തോന്നുന്നു, അല്ല 3rd ഡേ ആണ്. ഞാൻ ഒരുപാട് ചത്ത് കേട്ടോ. എൻ്റെ പിക്ചർ എന്ത് ചെയ്യേ? പിക്ചർ കിട്ടി. നമ്മുടെ തലയും വാലും കൈയും എല്ലാം കിട്ടിയിട്ടുണ്ട്. വെച്ചു, ഓപ്പണായി. ഇനി നമുക്ക് വേണ്ട സാധനം എന്തുവാ? ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നമ്മുടെ എല്ലാതും എടുത്തുകൊണ്ട് വരാം. ഗ്ലാസ് ഫ്യൂസ് എടുക്കണം.
ഞാൻ അവിടെ കട്ട് ചെയ്തോട്ടെ, കാരണം കുറേ സമയം എടുക്കും. ഞാനേ എനിക്കൊരു ഉന്നല്ലാത്തൊരു പടം ഇവിടെ വെക്കുന്ന സുനിയില്ലേ, അവിടെ സ്റ്റോർ ഗണ്ണ് നടക്കുന്നു കണ്ട ഇവിടെ, എനിക്കറിയാം കണ്ട ഇവിടെ നമ്മൾ കപ്പടിക്കും. ഓക്കെ സെറ്റായി. നമ്മുടെ ഹെലികോപ്റ്ററുടെ കിടപ്പുണ്ട്. ഓക്കെ നമുക്ക് എസ്കേപ്പ് ആവാൻ അധികം സാധനമൊന്നും വേണ്ട. നമ്മുടെ ഹെലികോപ്റ്റർക്ക് ഇതായിരിക്കുന്നു, അതിന് എടുത്തോളാം. പിന്നെ ഇതെടുത്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടില്ല നമുക്ക് എടുക്കാൻ, പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്താൽ മതി. നമ്മളപ്പോൾ ഈ ഗ്രാനി 2 എല്ലാ ഇതും കംപ്ലീറ്റ് ചെയ്തോ കേട്ടോ. ഗ്രാനി ചാപ്റ്റർ 2 എല്ലാ എസ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വലിയ എസ്കേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഗ്രാനി ചാപ്റ്റർ 1 നമ്മുടെ കാർ എസ്കേപ്പും നമ്മുടെ ഡോർ എസ്കേപ്പും മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അത് നമുക്ക് പതിയെ ചെയ്യാം. ഇപ്പോൾ വേറെ എപ്പിസോഡൊക്കെ ഇറക്കാനുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഗ്രാനീനെ വെച്ചിട്ട് പോകുന്നത്. കാരണം ഗ്രാനീനെ വെച്ച് പോയാൽ മാത്രമേ ഇപ്പം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ മുമ്പ് എനിക്കിവിടെ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയാം. ഇവിടെ മുമ്പ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുമ്പേ ഞാൻ ഹെലികോപ്റ്റർ മാനുവൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമായിരിക്കും. ഇവിടെ ഞാൻ ആ മാനുവൽ എടുത്തിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല. ഈ ഡക്ട് ടേപ്പ് ഇവിടെ ഒട്ടിക്കണ്ടേ? ഇവിടെയാണോ ഒട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ? എന്തുറ്റി? ഓക്കെ അതും കിട്ടി, സെറ്റ്. ഭയങ്കര പാടാട്ടോ ഇതെല്ലാം. നമ്മൾ എല്ലാം വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടേ, എല്ലാം പാടാം. ഇനി നമുക്ക് നമ്മുടെ ഹെലികോപ്റ്റർ കീയും കൂടെ എടുത്തുകൊണ്ടങ്ങ് പോയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ ഇനി എസ്കേപ്പ് ആവുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ഗ്യാസ് ഓയിലും ഒഴിക്കണ്ട, നമ്മൾ ഒഴിച്ചു. ഓക്കെ ലെറ്റ്സ് ഗോ. ആൻഡ് ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ ഗെയിം ഏതാണെന്നാണ് കമൻറ്റ് ചെയ്താൽ സന്തോഷം. ഓക്കെ ഗ്രാൻഡ് ബിപ്പ് വരും കേട്ടോ. പൊങ്ങി ഗ്രാൻഡ് ബിപ്പ് അവിടെ പടമെന്ന് വരുവേ. അതാ ഗ്രാൻഡ് പോന്ന് നമ്മൾ എസ്കേപ്പായേ. ആ ഗ്രാൻഡ് മേഡം ആ മൊട്ടത്തല പൊട്ടിച്ചുകൊണ്ട് പോ. ഇന്നത്തെ വീഡിയോ വീണ്ടും വരാം. സോ ബൈ ഗൈസ്.